ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്, ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത് നമുക്കവിടെ കൺഫേം ആണ്. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് തീർന്നു. നമ്മുടെ ഈ പഴയ ബാറ്ററിയിൽ, ഇത് വണ്ടിയിലുള്ള പഴയ ബാറ്ററി, ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നോക്കിയാൽ തന്നെ കാണാം നല്ല ക്ലാവ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെ നമ്മൾ മൾട്ടിമീറ്റർ 0-ൽ DC ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 12.5 കാണുന്നുണ്ട്. നമുക്കൊന്ന് ഇനി ഒന്ന് ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇഗ്നീഷൻ നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഇതിൽ ഓൾറെഡി നമുക്ക് ബാറ്ററി ഡൗൺ ആയിട്ട് പോകുന്നത്. എന്താ വെച്ചാൽ ബാറ്ററിക്ക് അത് ആംബിയർ ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ക്ലസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് തന്നെ ബാറ്ററി വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ആക്കിയിട്ട് പുതിയൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ബാറ്ററി മാറ്റി പുതിയത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ കാണാം 12.4 വോൾട്ട് കണ്ടിന്യൂസ്ലി ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഓക്കെയാണ്. നമുക്ക് മാക്സിമം വണ്ടി RPM കൊടുക്കുന്ന സമയത്ത് 14.7 വരെയാണ് മാക്സിമം ചാർജ് വരാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ 14.7 മേലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓവർ ചാർജിങ് ആണ്. അപ്പോൾ 14.6 14.7 വരെയാണ് നമുക്ക് മാക്സിമം വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നമ്മളെല്ലാ കൂട്ടുകാർക്കും നമ്മളൊന്ന് ഷെയർ ചെയ്യണം. ഇതുപോലത്തെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇതുപോലെ സിമ്പിളാണ്. അപ്പോൾ അതിനായി ചിലപ്പോൾ ഇങ്ങനെ കുറേ ഇത് മാത്രമല്ല, നമുക്ക് ബാറ്ററി പോണതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇതൊക്കെ കാലപ്പഴക്കം കൊണ്ട് പോയതാണ്. പിന്നെ അതല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വോൾട്ടേജിൻ്റെ ഒരു വേരിയേഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 14.7 മേലോട്ട് വരുന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് ഓവർ ചാർജിങ് ആയിരിക്കും. ഓവർ ചാർജിങ് ആണെങ്കിൽ നമുക്ക് ഈ വരുന്ന ബാറ്ററി വീർക്കാനും അതിൻ്റെ സെൽസ് കംപ്ലൈൻറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ചേഞ്ച് ആക്കുന്നതിന് മുന്നേ അതിൻ്റെ വരുന്ന വോൾട്ടേജിൻ്റെ റീഡിങ്ങും സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതിൽ നമ്മുടെ കോയിലും RR ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ബാറ്ററി മാറ്റാൻ, അല്ലെങ്കിൽ പുതിയ ബാറ്ററി പോകും. പിന്നെ ഓവർ ചാർജിങ് ഒക്കെ വന്നിട്ട് കംപ്ലൈൻ്റ് ആയി പോയ ബാറ്ററി ആണെങ്കിൽ വാറണ്ടിയിൽ ചിലപ്പം കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി പ്രേമികളായ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കണം. പിന്നെ ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്.